IPL-ൽ ഇന്ന് 2 മത്സരങ്ങളാണ് അരങ്ങേറിയത്. ആദ്യ കളിയിൽ RCBയെ കൊൽക്കത്ത 1 റണ്ണിന് പരാജയപ്പെടുത്തി. രണ്ടാമത്തെ കളിയിൽ പഞ്ചാബ് കിങ്സിനെതിരെ 3 വിക്കറ്റിന്റെ വിജയമാണ് ഗുജറാത്ത് നേടിയത്. ഈ 2 മത്സരങ്ങൾക്ക് പിന്നാലെ IPL പോയിന്റ് പട്ടികയിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. നിലവിൽ IPL-ൽ എല്ലാ ടീമിന്റെയും ചുരുങ്ങിയത് 7 മത്സരങ്ങൾ വീതം പൂർത്തിയായി കഴിഞ്ഞു. IPL-ന്റെ പ്രാഥമിക റൗണ്ട് അവസാനിക്കുമ്പോൾ പോയിന്റ് പട്ടികയിൽ ആദ്യ 4 സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകളായിരിക്കും പ്ലേ ഓഫിലേക്ക് മുന്നേറുക. നിലവിൽ രാജസ്ഥാൻ, കൊൽക്കത്ത, ഹൈദരാബാദ്, ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരാണ് ആദ്യ 4 സ്ഥാനങ്ങളിൽ. എന്നാൽ ഇവർക്കാർക്കും തന്നെ ഇതുവരെ പ്ലേ ഓഫിൽ തങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ടില്ല. മികച്ച പ്രകടനങ്ങളോടെ മറ്റ് ടീമുകൾ മുന്നേറിയാൽ ഇനിയും പോയിന്റ് പട്ടിക മാറിമറിയാം. ഇതുവരെ ഒരു ടീം പോലും IPL പ്ലേ ഓഫിന് പുറത്തായിട്ടില്ല. 7 മത്സരത്തിൽ പരാജയപ്പെട്ട RCBക്ക് പോലും നേരിയ സാധ്യത ഇനിയുമുണ്ട്. IPL-ന്റെ ഏറ്റവും പുതിയ പോയിന്റ് ടേബിൾ എങ്ങനെയാണെന്ന് നോക്കാം. രാജസ്ഥാൻ റോയൽസ് ആണ് പോയിന്റ് പട്ടികയിൽ 1-ാമത്. പങ്കെടുത്ത 7 കളിയിൽ 6 വിജയം നേടിയ ടീം 1 കളിയിൽ പരാജയപ്പെട്ടു. 12 പോയിന്റ് നിലവിൽ അവർക്കുണ്ട്. കൊൽക്കത്തയാണ് 2-ാമത്. പങ്കെടുത്ത 7 കളിയിൽ 5 വിജയം നേടിയ ടീം 2 കളിയിൽ പരാജയപ്പെട്ടു. 10 പോയിന്റാണ് അവർ നേടിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് 3-ാമത്. പങ്കെടുത്ത 7 കളിയിൽ 5 വിജയം നേടിയ ടീം 2 കളിയിൽ പരാജയപ്പെട്ടു. 10 പോയിന്റ് അവർക്കുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് 4-ാമത്. പങ്കെടുത്ത 7 കളിയിൽ 4 വിജയം നേടിയ ടീം 3 കളിയിൽ പരാജയപ്പെട്ടു. ചെന്നൈക്ക് നിലവിൽ 8 പോയിന്റ് ഉണ്ട്. ലക്നൌ സൂപ്പർ ജയൻസ് ആണ് 5-ാമത്. പങ്കെടുത്ത 7 കളിയിൽ 4 വിജയം നേടിയ ടീം 3 കളിയിൽ പരാജയപ്പെട്ടു. നിലവിൽ 8 പോയിന്റ് ലക്നൌ ടീമിനുണ്ട്. ഗുജറാത്ത് ടൈറ്റാൻസ് ആണ് 6-ാമത്. പങ്കെടുത്ത 8 കളിയിൽ 4 വിജയം നേടിയ ടീം 4 കളിയിൽ പരാജയപ്പെട്ടു. 8 പോയിന്റ് നിലവിൽ ഗുജറാത്തിനുണ്ട്. മുംബൈ ഇന്ത്യൻസ് ആണ് 7-ാമത്. പങ്കെടുത്ത 7 കളിയിൽ 3 വിജയം നേടിയ ടീം 4 കളിയിൽ പരാജയപ്പെട്ടു. 6 പോയിന്റാണ് അവർ നേടിയത്. ഡൽഹി ക്യാപിറ്റൽസ് ആണ് 8-ാമത്. പങ്കെടുത്ത 8 കളിയിൽ 3 വിജയം നേടിയ ടീം 5 കളിയിൽ പരാജയപ്പെട്ടു. 6 പോയിന്റാണ് അവർ നേടിയത്. പഞ്ചാബ് കിങ്സ് ആണ് 9-ാം സ്ഥാനത്ത്. പങ്കെടുത്ത 8 കളിയിൽ 2 വിജയം നേടിയ ടീം 6 കളിയിൽ പരാജയപ്പെട്ടു. 4 പോയിന്റാണ് പഞ്ചാബ് നേടിയത്. RCB ആണ് 10-ാം സ്ഥാനത്ത്. പങ്കെടുത്ത 8 കളിയിൽ 1 വിജയം നേടിയ ടീം 7 കളിയിൽ പരാജയപ്പെട്ടു. ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും മികച്ച നെറ്റ് റൺ റേറ്റോടെ വിജയിക്കാനായാൽ RCBക്കും പ്ലേ ഓഫിലേക്ക് മുന്നേറാം.